ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ നാട്ടിലെ പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അമ്പലം. അപ്പോൾ എല്ലാവരും ഇവിടെ മേക്കപ്പ് ചെയ്യുന്നൊക്കെയാണുള്ളത്. നമ്മൾ കാണിച്ചു തരും. ഇതാണ് മിനിയേച്ചിൻ്റെ വീട് ഗായ്സ്. ട്രോഫി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഗേസ്, ട്രോഫി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതാ കുട്ടികൾ. ഹായ് പറഞ്ഞ ഗേസ്. ഗൈസ് സനയെ കാണിച്ചു തരാം. ഗൈസ് മേക്കപ്പ് ചെയ്യുന്നു ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ പ്രവിതാമി. ഹായ് പറഞ്ഞേ. ട്രോഫി ഹലോ, പേച്ചിൻ്റെ മോളാന്ന് കേട്ടോ. വീഡിയോസിലെടുത്ത് തരാമെന്നും എൻ്റെ ഫോണും വാങ്ങിപ്പോയത്. കുറച്ച് വീഡിയോസ് എടുക്കുമ്പോൾ ആളെ കാണുന്നില്ല. പിള്ളേരുടെ മേക്കപ്പെല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഞാനും ശൈലച്ചും കൂടി പോവാണ്. അപ്പം നമ്മൾ ആടെ എത്തുമ്പോൾ ഡാൻസെല്ലാം തുടങ്ങി. ഡാൻസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാ ഡാൻസ് കാണാനൊന്നും പറ്റില്ല. നമ്മളെല്ലാവരും ബാക്ക് സ്റ്റേജിൽ പിള്ളേരെ ഒരിക്കലും അങ്ങനത്തെ പരിപാടിയിലല്ലായിരുന്നു. ലച്ചുവിൻ്റെ കാര്യം ഇന്ന് മൊത്തം ഷൈ നോക്കിക്കോളാൻ നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഓളെ ടെൻഷനില്ല. മണ്ണൂരിലെ ജനത ഉദ്ഘോഷിക്കുകയാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിലൂടെ. ഇവിടെ പറഞ്ഞതുപോലെ മുത്തപ്പനെ കുറിച്ച് നമ്മൾ കേട്ടുള്ള ഐതിഹ്യമുണ്ട്. മുത്തപ്പന്റെ അവതാരം ഉണ്ടാവുന്നതിനിടയാക്കിയുള്ള സാഹചര്യങ്ങളെ കുറിച്ച് അത് കഴിഞ്ഞ് സാംസ്കാരിക സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ലച്ചുവിനെ ഉറക്കാൻ വേണ്ടി വീട്ടിൽ പോയി. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇത് പിറ്റേ ദിവസം വൈകുന്നേരമുള്ള വീഡിയോ. അന്ന് മുത്തപ്പൻ വെള്ളാട്ടാന്ന് വൈകുന്നേരത്ത്. ഞാനവിടെ എത്തുമ്പോൾ മുത്തപ്പൻ കുറി കൊടുക്കലാന്ന്. നമ്മുടെ ഉത്സവം വന്നാൽ പിന്നെ നമുക്ക് തെയ്യം കാണാനോ ഒന്നിനും നേരം ഉണ്ടാവില്ല. നമുക്ക് ഓരോ പണികളുണ്ടാവും തരുന്നത്. 3 ദിവസത്തെ ഉത്സവം വന്നതെന്ന് പറയുമ്പോൾ തന്നെ സന്തോഷമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യാമല്ലോ എന്നുള്ള സന്തോഷം. ഇതിപ്പോൾ ഈ 3 ദിവസം പെട്ടെന്ന് കഴിയുമോ എന്നുള്ള സങ്കടത്തിലാണ് എല്ലാവരും. വെള്ളാട്ടം കഴിയുമ്പോൾ നമുക്ക് അടിയറ എടുക്കാനുണ്ട്. അങ്ങനെ അടിയറക്കുള്ള കുഞ്ഞുമക്കളെല്ലാം കൂട്ടിയിട്ട് നമ്മൾ അടിയറ എടുക്കുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പിള്ളേർക്കെല്ലാം എല്ലാവരും കൂടി മേക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് താലോടുക്കാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. 3 ദിവസത്തെ ഉറക്കമുണ്ടാവും നമുക്കതെല്ലാം എപ്പോൾ ഉറങ്ങി തീർക്കുവാന്ന് നമുക്ക് തന്നെ അറിയില്ല. ഫുൾ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളെല്ലാവരും കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ വീഡിയോസൊന്നും എടുക്കാൻ പിള്ളേരൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും തിരക്കായതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തു തരാനൊന്നും ആളില്ല. എല്ലാ സ്ഥലത്തും ഓടിയെത്താനും പറ്റുന്നില്ല. ലച്ചൂട്ടി ഉള്ളതുകൊണ്ട് ഓൾ ഉറങ്ങുന്ന സമയത്തല്ലേ എനിക്ക് പോകാനും വരാനെല്ലാം പറ്റും. അതുകൊണ്ട് എല്ലാ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ 3 ദിവസത്തെ കുറച്ച് ഭാഗങ്ങളായിട്ടുള്ള വീഡിയോസാണ് കാണിച്ചു തരുന്നത് കേട്ടോ. 3 ദിവസത്തെയും വീഡിയോസ് ഇടണമെന്ന് ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇപ്രാവശ്യം ഇങ്ങനെയെല്ലാം കണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാൻ അടിപൊളിയായിട്ട് ഫുൾ വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പിള്ളേർക്ക് കയ്യിലാണ് ഫോണ് കൊടുത്തത്. അവരേതെല്ലാം വീഡിയോസ് എടുത്തിന് അങ്ങനെയെല്ലാം എടുത്തിന് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടാവും അങ്ങനെയെല്ലാം വിചാരിച്ചു ഞാൻ. പക്ഷേ കുറച്ച് ഭാഗങ്ങളായിട്ട് അവരെല്ലാവരും എടുത്ത് തന്നിട്ടുണ്ട് എനിക്ക്. എന്തായാലും നാട്ടിലുള്ള ഉത്സവം കാര്യങ്ങളെല്ലാം അതൊരു പ്രത്യേക വൈബാണല്ലേ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അനക്കെല്ലാം അങ്ങനെയാണ്. ഉത്സവം കാര്യങ്ങളെല്ലാം വരുമ്പോൾ നല്ല അടിപൊളി വൈബാണ്. അപ്പോൾ ഇനി അടിയറയും വിശേഷങ്ങളും കാണാം.